ഇസ്രയേലും ലെബനനും തമ്മിൽ നടന്നു വന്ന സംഘർഷം അവസാനിപ്പിക്കുന്നു. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വിളിച്ചു ചേർത്ത സുരക്ഷാ മന്ത്രിസഭ വെടിനിർത്തൽ കരാർ അംഗീകരിച്ചതായാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. US ഫ്രഞ്ച് മധ്യസ്ഥതയിലുള്ള വെടിനിർത്തൽ പദ്ധതി പ്രകാരം ഹിസ്ബുള്ള തെക്കൻ മേഖലയിലെ താവളങ്ങൾ ഒഴിഞ്ഞ് ലിറ്റിനി നദിയുടെ വടക്കോട്ട് പിന്മാറണം. ലെബനൻ അതിർത്തിയിൽ നിന്ന് സൈന്യത്തെ ഇസ്രയേൽ പിൻവലിക്കും. എന്നാൽ കരാർ ലംഘിച്ചാൽ ശക്തമായി തിരിച്ചടിക്കുമെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇസ്രയേലിന്റെ സുരക്ഷാ മന്ത്രിസഭയാണ് 60 ദിവസത്തേക്ക് വെടിനിർത്തൽ കരാറിന് അംഗീകാരം നൽകിയിരിക്കുന്നത്. ഇറാൻ ഉയർത്തുന്ന ഭീഷണിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ഹമാസിനെതിരെ ആക്രമണം ശക്തമാക്കാനുമുള്ള തീരുമാനപ്രകാരമാണ് ഇസ്രയേൽ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ഞായറാഴ്ച ഹിസ്ബുള്ളയുമായി ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഉന്നതതല ചർച്ചകൾ നടത്തിയതിന് പിന്നാലെയാണ് ഈ റിപ്പോർട്ടുകൾ പ്രചരിക്കുന്നത്. സംഘർഷം അവസാനിപ്പിക്കണമെന്ന അമേരിക്കയുടെ നിർദ്ദേശം ഇസ്രയേൽ താൽക്കാലികമായി അംഗീകരിച്ചുവെന്നും കരാറിനെക്കുറിച്ച് നെതന്യാഹു ആലോചനകൾ തുടരുന്നതായും സൂചനയുണ്ട്. അതേസമയം ഇസ്രയേൽ ഹിസ്ബുള്ള ചർച്ചകളുമായി ബന്ധപ്പെട്ട് പരസ്പര വിരുദ്ധമായ റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. വെടിനിർത്തലിന്റെ ദൈർഘ്യം ലെബനനിൽ സംഭവിക്കുന്ന കാര്യങ്ങളെ ആശ്രയിച്ചിരിക്കുമെന്ന് ബെഞ്ചമിൻ നെതന്യാഹു അറിയിച്ചു. വെടിനിർത്തൽ കരാർ തങ്ങൾ നടപ്പാക്കും. കരാർ ലംഘിച്ചാൽ ശക്തമായ നടപടി നൽകും. വിജയം നേടും വരെ തങ്ങൾ ഏകകണ്ഠമായി തുടരുമെന്നും നെതന്യാഹു വ്യക്തമാക്കി. സന്തോഷകരമായ വാർത്തയാണെന്നും മേഖലയിലെ സംഘർഷത്തിന് ശാശ്വത വിരാമം എന്ന നിലയിലാണ് വെടിനിർത്തലെന്നും US പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞു. ഗാസയിൽ ഹമാസിനെ നശിപ്പിക്കുന്ന പ്രവൃത്തി പൂർത്തിയാക്കുമെന്നും നെതന്യാഹു. ബന്ദിയാക്കപ്പെട്ടവരെ വീടുകളിലേക്ക് തിരികെ കൊണ്ടുവരും. ഗാസ ഇനി ഇസ്രയേലിന് ഭീഷണി ഉണ്ടാക്കില്ലെന്ന് ഉറപ്പാക്കും. യുദ്ധം അതിന്റെ എല്ലാ ലക്ഷ്യങ്ങളും സാക്ഷാത്കരിക്കുന്നതുവരെ അവസാനിക്കില്ലെന്നും നെതന്യാഹു പറഞ്ഞിരിക്കുകയാണ്. ഇറാൻ ഉയർത്തുന്ന ഭീഷണിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് ലെബനിൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കാനുള്ള ഒന്നാമത്തെ കാരണമെന്ന് നെതന്യാഹു പറഞ്ഞു. രണ്ടാമത്തെ കാരണം ഇസ്രയേൽ സേനയ്ക്ക് വിശ്രമം നൽകുകയും ആയുധങ്ങളും വെടിക്കോപ്പുകളും വീണ്ടും നിറയ്ക്കാനുമാണ്. ആയുധങ്ങളും വെടിക്കോപ്പുകളും എത്തിക്കുന്നതിൽ വലിയ താമസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത് ഉടൻ പരിഹരിക്കപ്പെടും. ഇസ്രയേൽ സൈന്യത്തെ സുരക്ഷിതമാക്കാനും യുദ്ധം പൂർത്തിയാക്കാനുമായി കൂടുതൽ അക്രമശേഷിയുള്ള ആധുനിക ആയുധങ്ങൾ ലഭിക്കും. മൂന്നാമത്തെ കാരണം ഹമാസിനെ ഒറ്റപ്പെടുത്തുക എന്നതാണ്. ഇസ്രയേലുമായുള്ള യുദ്ധത്തിന്റെ 2ാം ദിവസം മുതൽ ഹിസ്ബുള്ളയും ഒപ്പം കൂടുമെന്ന് ഹമാസ് പ്രതീക്ഷിച്ചു. ഹിസ്ബുള്ള ഇപ്പോൾ ചിത്രത്തിൽ ഇല്ലാത്തതിനാൽ ഹമാസ് ഒറ്റയ്ക്കാണ്. ബന്ദികളെ മോചിപ്പിക്കുന്നതിനായി ഹമാസിനെതിരെ ആക്രമണം ശക്തമാക്കുമെന്ന് നെതന്യാഹു വ്യക്തമാക്കി. ഇസ്രയേൽ ലെബനിൽ നടത്തിവന്ന വ്യോമാക്രമണത്തിൽ 3700 പേർ കൊല്ലപ്പെട്ടിരുന്നു. ഇതിൽ സാധാരണക്കാരും ഉൾപ്പെടുന്നുണ്ട്. കൂടാതെ ഹിസ്ബുള്ള തലവൻ ഹസൻ നസ്രല്ല അടക്കം ഉന്നത കമാൻഡർമാരും കൊല്ലപ്പെട്ടു. ലെബനിൽ നിന്ന് ഇസ്രയേൽ സൈന്യം പൂർണ്ണമായി പിന്മാറാനും ലെബനൻ ഇസ്രയേൽ അതിർത്തിയിൽ 2006 UN സുരക്ഷാ സമിതി പ്രമേയം അനുസരിച്ചുള്ള സമാധാന സേനയുടെ കാവൽ തുടരാനുമാണ് US നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എന്നാൽ സുരക്ഷാ പ്രശ്നമുണ്ടായ ലെബനിൽ എവിടെയും കടന്ന് ഹിസ്ബുള്ള ആക്രമിക്കാൻ അനുവദിക്കണമെന്ന് ഇസ്രയേൽ ആവശ്യപ്പെട്ടിരുന്നു. ബൈഡന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെ ലെബനന്റെ തലസ്ഥാനമായ ബെയ്റൂട്ടിനെ ലക്ഷ്യമിട്ട് ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ 24 പേർ കൊല്ലപ്പെട്ടു. ബെയ്റൂട്ടിന്റെ തെക്കൻ മേഖലയിലുള്ള ആളുകളോട് ഒഴിഞ്ഞുപോകാൻ ഇസ്രയേൽ നിർദ്ദേശവും നൽകി. വെടിനിർത്തൽ നിലവിൽ വരുന്നതിന് മുൻപ് ഹിസ്ബുള്ളയെ കൂടുതൽ പ്രതിരോധത്തിലാക്കാൻ ലക്ഷ്യമിട്ടാണ് അക്രമമെന്നാണ് സൂചനകൾ.